JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാട്ടർ അതോറിറ്റിയിലെ LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ നിയമസഭയിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ 35 തസ്തികകളിൽ PSC വിജ്ഞാപനം ഉടൻ തന്നെ വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനം പുതുതായിട്ട് വരാൻ പോകുന്നത്, അപ്പോൾ അത് ഏതൊക്കെ ജില്ലാതലത്തിൽ എത്രയുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന തലം എത്രയുണ്ട്, ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതായത് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലുള്ളത് ആദ്യത്തെ നമുക്ക് നോക്കാം. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡ്രഗ്സ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് യൂണിറ്റ് റിസർച്ച് ഓഫീസർ ആയുർവേദ, അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പില് മെഡിക്കൽ ഓഫീസർ പഞ്ചകർമ്മ, അതുപോലെ തന്നെ കേരള പോലീസ് സർവീസിലെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറി സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി ബയോളജി ഡോക്യുമെന്റ് ഫിസിക്സ്, അതുപോലെ തന്നെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം, റീഡർ ഗ്രേഡ് 2, ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയില് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, സംസ്ഥാന ജലഗതാഗത വകുപ്പില് ഫിറ്റർ ഗ്രേഡ് 2, ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലെ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇത്രയുമാണ് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷൻ. അടുത്തതായിട്ട് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ ഏതൊക്കെ ഒഴിവുകളാണ്, ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ LP സ്കൂൾ ടീച്ചർ, മലയാളം മീഡിയം, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം തസ്തിക മാറ്റം മുഖേന, ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം തസ്തിക മാറ്റം മുഖേന, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തിക മാറ്റം മുഖേന, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്, ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന, ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം തസ്തിക മാറ്റം മുഖേന, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന, LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, വിവിധ ജില്ലകളിലെ പട്ടികജാതി വികസന വകുപ്പിലെ നഴ്സറി സ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ല അച്ചടി വകുപ്പില് കോപ്പി ഹോൾഡർ കന്നഡ, വിവിധ ജില്ലകളുടെ NCC സൈനിക ക്ഷേമ വകുപ്പില് LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, വിമുക്ത ഭടന്മാർ മാത്രം, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വിമുക്ത ഭടന്മാർ മാത്രം. ഇത്രയാണ് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പോലീസ് ഫോട്ടോഗ്രാഫർ, വ്യവസായ വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിൽ ചുരുക്കപ്പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും എന്നും PSC തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ രചന ശരീർ, LCAI കേരള പോലീസിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, വുമൺ പോലീസ് ബറ്റാലിയൻ, NCC മുസ്ലിം, അതുപോലെ തന്നെ NCA റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം പട്ടികജാതി, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം, അതുപോലെ തന്നെ SCC ഹിന്ദു നാടാർ പട്ടികവർഗം, തൃശ്ശൂർ ഇടുക്കി ജില്ലകളിലെ എക്സൈസ് വകുപ്പിലെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ധീവര പട്ടികജാതി പട്ടികവർഗം, മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പില് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ ഹോമിയോപ്പതി വകുപ്പില് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. ഇത്രയുമാണ് പുതുതായിട്ട് തസ്തികകളിൽ വിജ്ഞാപനം വരാൻ പോകുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റും, അതുപോലെ തന്നെ നിയമസഭയിലെ റിപ്പോർട്ടർ ഉൾപ്പെടെയാണ് 35 തസ്തികകളിൽ വിജ്ഞാപനം വരുന്നത്. ഇനി നമുക്ക് സാധ്യതാ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന വകുപ്പില് മെയിൽ വാർഡൻ NCASIUC നാടാർ കാറ്റഗറി നമ്പർ 475/2022. അതുപോലെ തന്നെ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ പട്ടികജാതി വികസന വകുപ്പിലെ മെയിൽ വാർഡൻ NCA മുസ്ലിം OBC, അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിവിധ വകുപ്പിലെ ക്ലാർക്ക് പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ 116/2022. തൃശ്ശൂർ ജില്ലാ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ലാബോറട്ടറി അസിസ്റ്റന്റ് പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ 11/2023. ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ലാബോറട്ടറി അസിസ്റ്റന്റ് പട്ടികവർഗം കാറ്റഗറി നമ്പർ
67/2023, മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ പമ്പ് ഓപ്പറേറ്റർ 441/2022, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ മെക്കാനിക് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 6/2023, അതുപോലെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സെയിൽസ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 443/2022 എന്നീ തസ്തികകളുടെ സാധ്യത പട്ടിക വൈകാതെ പ്രസിദ്ധീകരിക്കും. അതിനുള്ള നിർദ്ദേശം PSC യോഗം നൽകുകയുണ്ടായി. അപ്പോൾ സാധ്യതാ പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൂടാതെ ഇനിയിപ്പോ നമുക്ക് ഉടൻ തന്നെ 10 തസ്തികകളിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ തസ്തികകളിലാണ് നോക്കാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ആരോഗ്യ വകുപ്പിലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2, NCA മുസ്ലിം കാറ്റഗറി 160/2023, ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലെ ഡെപ്യൂട്ടി മാനേജർ പ്രൊഡക്ഷൻ കാറ്റഗറി നമ്പർ 406/2022, യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 494/2022, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലെ IT ഓഫീസർ ജനറൽ കാറ്റഗറി 522/2022, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മെറ്റീരിയൽസ് മാനേജർ കാറ്റഗറി നമ്പർ 529/2022, വ്യവസായ പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 689/2022, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ട്രാൻസ്ലേറ്റർ മലയാളം കാറ്റഗറി നമ്പർ 310/2022, ടൂറിസം വകുപ്പില് ഷോഫർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 131/2023, കേരള പോലീസ് സർവീസ് വകുപ്പിൽ ഫോട്ടോഗ്രാഫർ കാറ്റഗറി നമ്പർ 668/2022, വ്യവസായ പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് കാറ്റഗറി നമ്പർ 7/2022 എന്നീ തസ്തികകളിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം അനുമതി നൽകി. അഭിമുഖത്തിന് ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കും. അഭിമുഖത്തിനുള്ള തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 35 തസ്തികകളിൽ പുതിയ വിജ്ഞാപനം വരുന്നു. ചുരുക്കപ്പട്ടികളൊക്കെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.